കോരലൂർ അമ്പലത്തിലൊരു കളിയുണ്ട്. കിഴക്കേടത്ത് അടുത്താന്നാ പറഞ്ഞത്. നളചരിതം 1ഉം 4ഉം പഠിക്കുകയാണ്. തെക്ക് അതിനാണത്ര ഇപ്പൊ പ്രചാരം. 2ാം ദിവസത്തെ നളനാ വേഷം. തമ്പുരാൻ പറഞ്ഞിട്ടായി ക്ഷണം. ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെങ്ങാനും ഇരിക്കാം. ഇളനീര് കിട്ടുമോ നോക്കണോ? വേണ്ട, ഇനി അധികം ഇല്ലല്ലോ. കോരല്ലൂർക്ക് ഇതാ എളുപ്പം. പഠിക്കലാക്കിയിട്ട് പോവാം. നടക്കൂ. അച്ഛനെ കാണുന്നില്ലേ? ഇപ്പോഴില്ല, ക്രിയാദികളുടെ തിരക്കിന്റെ ഇടയിലാവും. അടിയൻ അന്വേഷിച്ചു. സൗകര്യപ്പെട്ട കളിക്ക് വരണമെന്ന് പ്രത്യേകം പറയണം. ഇവിടുന്നും വരണം. അടിയന്റെ ഒരു മോഹാണ്. മധുനോ ഘൃതസ്യ വേദം സവിത്രാ പ്രസൂതം മഖൂനാം ആയുഷ്മാൻ ഗുപ്തോ ദേവതാഭി. കാണട്ടെ. ഒക്കെ അശുദ്ധാക്കിലോ. ഞാൻ ആയിട്ടില്ല. മംഗളകരമായ ഒരു കാര്യം നടക്കണതിന്റെ നടുവിലേക്ക് അങ്ങോട്ട് കേറി വരെന്നെ. താലിച്ചേരുടെ അടുത്ത ആളാന്ന് വല്ല വിചാരമുണ്ടോ ലഗ്നത്തിന്? കുട്ടി അകത്തേക്ക് പോയിക്കോളൂ. ആദ്യം തൊട്ടേ തുടങ്ങണം വാസവൻ. മധുനോ വേദം സവിത്രാ പ്രസൂതം മഖൂനാം ആയുഷ്മാൻ ഗുപ്തോ ദേവതാഭി. അത് അത്ര സാരാക്കണ്ട. ഈ ഓദിക്കൻ അല്ലെങ്കിൽ ഒരു വെകിളിക്കാരനാ. തെറ്റായി. അപ്പോഴത് തോന്നിയില്ല. ഇടയ്ക്ക് എന്റെ സ്ഥിതി എന്താന്ന് എനിക്ക് ഓർമ്മയുണ്ടാവില്ല. ഇനി അതന്നെ വിചാരിച്ച് വിഷമിക്കാൻ ഒന്നുമില്ല. ഇരിക്കൂ. തൽക്കാലം തറവാട്ടിൽക്കാന്ന് പറഞ്ഞാനാ. ഉണ്ണിയമ്പൂരിയും വേറെ ആളും വന്നിട്ടുണ്ട്. ഉണ്ണാനുണ്ടാവും നിശ്ചല്യ. ഉണ്ണണം, തിരക്കില്ല. സംഭാരം ഒറ്റ വേണോ? ശാന്തിക്കാരനാ അടുക്കളയില്. വേണ്ട. മറ്റേ ചെറിയമ്മ? അവരും പോയി. പാഞ്ഞാൾക്കാന്നാ തോന്നണ. ഏട്ടന്റെ എടുത്തിമ്മയുടെ തീർത്ഥാടനം കഴിഞ്ഞില്ലേ? 101 ശിവാലയങ്ങളുടെ വഴിപാട് എല്ലാ ദിക്കിലും പ്രസിദ്ധമായിരിക്കണം. 25 കൊല്ലത്തിനിടയ്ക്ക് ചെറിയമ്മ ഇല്ലപ്പുറമന് പുറത്തൊന്ന് പോയല്ലോ, അതും നന്നായി. കേമ്പി, ഇങ്ങോട്ട് വരാ. കിഴക്കേടത്തുനിന്ന് ആളായതുകൊണ്ട് അബദ്ധത്തിൽ ആളുകളെ കണ്ടാൽ ഇവിടെ ബോധക്കേടൊന്നും വരില്ല. കേമ്പി ഇടയ്ക്ക് കവിതാ ലേഖനം ഒക്കെ എഴുതാറുണ്ട്. ചിലത് കണ്ടിട്ടുണ്ട്.
വരുമ്പോൾ ഞങ്ങൾ ആലോചിക്കായിരുന്നു ഇവിടെ ഒരു ക്ലാസ് തുടങ്ങിയാലോ എന്ന്. ഈ ചുറ്റുവട്ടത്തെ ഇല്ലങ്ങളിൽ നിന്നൊക്കെ പെൺകിടാങ്ങൾ വരട്ടെ, സഹായിക്കാൻ ശരിയായൊരു മിസ്ട്രസും ഇടയ്ക്ക് വരും. നാണിക്കുട്ടി, അയ്യോ, ഏട്ടത്തിമാര് കേൾക്കണ്ട. അവരും പഠിക്കട്ടെ. സ്വന്തമായി രാമായണം വായിക്കാനെങ്കിലും ഉപകാരമാവില്ലേ? അന്തർജന അക്ഷരം പഠിച്ച ആകാശം പൊട്ടി വീഴുമൊന്നുമില്ല. കിഴക്കേടത്ത് അങ്ങനെ വല്ല അത്യാഹിതവും. മഹാസദസ്സുകളിൽ അന്തർജനങ്ങൾ പ്രസംഗിക്കാനും തുടങ്ങി. അറിയില്ലേ ആവോ? കേട്ടിട്ടുണ്ട്. നെന്മിനി മംഗലത്തെ വേഷം മാറ്റിയതുകൊണ്ട് വിപ്ലവം വരില്ല. ഭട്ടതിരിപ്പാട് പറഞ്ഞില്ലേ, അറിവിന്റെ ആയുധം കൊണ്ട് വേണം പഴമയുടെ പെരുങ്കോട്ട കുത്തിപ്പൊളിക്കാനെന്ന്. ഞങ്ങൾ നാളെ പോണുള്ളൂ. ഒരു കാര്യം, ഇത്ര സൗകര്യത്തിൽ സംസാരിക്കാൻ എന്നും അവസരം കിട്ടിയെന്ന് വരില്ലല്ലോ. അതുകൊണ്ട് പറയാണ്, വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് ഒരു വൃദ്ധൻ കെട്ടിയ ചരട് അറുത്ത് കളഞ്ഞു എന്ന് വെച്ച് എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. ചുരുക്കത്തിൽ, ജീവിതം ഇനി വ്യർത്ഥം എന്നൊരിക്കലും തോന്നരുത്. പിന്നെ അടുക്കളക്കരി ആത്മാവിലേക്ക് കയറാതെ നോക്കുകയും വേണം. ആ, പ്രസിഡന്റ് കത്തെഴുതിയെന്ന് പറഞ്ഞു. ഒറ്റ വാചകമേ ഉള്ളൂ. വ്യക്തി ദുഃഖത്തെക്കാൾ വലുതാണ് പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പ് എന്ന്. ഒറ്റ വാചകം. സഹിക്കാതെ പറ്റില്ലല്ലോ കുഞ്ചുണ്ണി. ഒരു പരീക്ഷണത്തിന് താനും തയ്യാറാവേണ്ട സമയമായിരിക്കണു. തനിക്ക് ജോലിയുണ്ട്. ഇല്ലത്തു നിന്നൊന്നും എടുത്തില്ലെങ്കിലും ഒരാത്തേമാരെ പുലർത്താൻ കഴിയും, ഇല്ലേ? ഉവന്ന് വയ്ക്കുക. അതുകൊണ്ട് അത് ഒരു വിധവയായാലെന്താ തെറ്റ്? നമ്മൾ എവിടെ നിന്നെങ്കിലും അതും ആരംഭിക്കണമല്ലോ. വേണം. അത് തനിക്കും ആവാലോ. KMPക്ക് പറ്റിയ ആലോചനയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ. താൻ കണ്ടിട്ടുമുണ്ട്. 17 വേളി കഴിഞ്ഞ് 3 മാസം കൊണ്ട് വൈധവ്യം വന്ന ഒരാൾ. മറ്റാരുമല്ല, അച്ഛൻ്റെ 4-ാം വേളി. അവരെ രക്ഷിക്കാൻ തനിക്കാവില്ലേ? എതിർപ്പുണ്ടാവും. വേണ്ടി വന്നാൽ അവരെ ഇറക്കിക്കൊണ്ടുവന്ന് ഇവിടെ ഒരു ഹാളിൽ വെച്ച് വിവാഹം നടത്തേണ്ടി വരും. എല്ലാ വിഭാഗത്തിലും പെട്ട നേതാക്കന്മാരെ പങ്കെടുപ്പിച്ച് ഒരു വലിയ സംഭവം. അതിന് പക്ഷെ അവരും തയ്യാറാവണ്ടേ? അവരുടെ സമ്മതം വാങ്ങുന്ന കാര്യം ഞാൻ ഏൽക്കുന്നു. പക്ഷെ KMP, താൻ ആദ്യം വാക്ക് തരണം. ഈ തറവാടിന്റെ അഭിമാന പ്രശ്നം അത്. പട്ടേരി വരട്ടെ. വരട്ടെ, നോക്കാം. എന്താ പറ്റിയ ശേഖര? കുറ്റാത്തേമാര് എന്തേ? എന്തുണ്ടേ?
ദോഷം വന്ന് ഒരപ്പലയിലാക്കിയിരിക്കണു. ഇവിടുത്തെ കാര്യസ്ഥനാന്ന് പറഞ്ഞ് ഇനി തല നിവർത്തി നടക്കാൻ പറ്റുമോ? എനിക്കൊരു കളിയുണ്ട്, നടക്കട്ടെ. മാധവനെ തിരഞ്ഞാണ് ഞാൻ വന്നത്. സ്വജാതിയിൽ നിന്നൊരു വിധവാ വിവാഹം, അതാണ് ആലോചിച്ചത് ആദ്യം. പരമയോഗ്യനായ ഒരാൾ സമ്മതിക്കുകയും ചെയ്തു. അപ്പോഴാണല്ലോ ഇത്. ഞാൻ പറയാൻ വന്നത്, വിധവയെ രക്ഷിക്കാൻ വിജാതീയൻ വന്നാലും ഞങ്ങൾക്ക് സന്തോഷം. ഒരു 10 ചെറുപ്പക്കാരെങ്കിലും ഞാൻ വിളിച്ചാൽ ശ്രമക്കാരായി വരും. ഇത് എന്നോട് പറയുന്നത്? നീ അറിയണമെന്ന് തോന്നിയതുകൊണ്ട്. പിഴപ്പിച്ചവന്റെ പേര് വിളിച്ചു പറയാൻ പുതിയ ഭേദ്യങ്ങൾ തുടങ്ങും. രക്ഷിക്കാൻ അങ്ങനെ ഒരു വഴിയുണ്ടെന്ന് തോന്നി. നിനക്കെന്നോടൊന്നും പറയാനില്ലേ മാധവ? പേരുകളെ പറ്റി പലതും ഞാനും കേൾക്കുന്നുണ്ട് ഉണ്ണിയമ്പൂരി. ആ ഏട്ടൻ വന്നോ? വിളിക്കായിരുന്നില്ലേ? അമ്മേ, ഏട്ടൻ. വിചാരണയുടെ വിവരം എന്തൊക്കെയാ മാധവ? വല്ലതും അറിഞ്ഞോ? ഇല്ല. ഇപ്പൊ ആ മാധവനെ ഇങ്ങോട്ട് കാണുന്നില്ല. 4 പറ അരി വെക്കണത്ര ദിവസം സദ്യക്ക്. ശേഖരേട്ടന് ശ്വാസം വിടാൻ നേരം കിട്ടുന്നുണ്ടാവില്ല. പുറത്താക്കിയ പാവം അവരെങ്ങട്ടാ പോവാ? കൊണ്ടുപോകാൻ തയ്യാറായിട്ട് പലരും ഉണ്ടാവും. ഇപ്പൊ തന്നെ പടിപ്പുറത്ത് കൊങ്ങന്മാരും മാപ്പിളാരും വന്ന് കൂടിയിട്ടുണ്ടത്രേ. കാണാൻ ഭവിഷ്യമുള്ളൊരു പെണ്ണിനെ കിട്ടിയ ആരാ വേണ്ടെന്ന് വെക്കുക? 64 ആളുടെ പേരാത്രേ മുമ്പൊരു വിചാരണയിൽ പറഞ്ഞത്. 64 കഴിഞ്ഞിട്ട് ഇനി പറയണോന്ന് ചോദിച്ചപ്പോ രാജാവ് പറഞ്ഞു അത്രേ, നിർത്താം, ഇനി വേണ്ടാന്ന്. രാജാവിന്റെ പേരാവും പിന്നെ പറയാന്ന് പേടിച്ചിട്ടാന്നാ കഥ. അതില് പ്രശ്നമായതല്ലേ ഏട്ടാ തെക്കുന്നല്ല ഗോവിന്ദൻ. അമ്മേ, കളരി തുടങ്ങുന്ന ദിവസം അവിടെയും വന്നിരുന്നു. ഒരിക്കലായതുകൊണ്ട് ഞങ്ങക്ക് രായപ്പുലിന്റെ കഞ്ഞിയാ. നിനക്ക് നാഴിയേരി വാർത്തിട്ടുണ്ട്. കഴിക്കാനായില്ലേ? ആയിട്ടില്ല. ഓ, എന്നാലും പച്ച പാവാന്ന് തോന്നിയിരുന്ന ആ ആത്യമാര് കുട്ടി ചെയ്ത തെമ്മാടിത്തരേ ആരുടെയൊക്കെ പേരാ വിളിച്ചു പറയാന്ന് ദൈവം കണ്ടു.
കളി കാണാൻ വന്നില്ല. വരാൻ പറ്റിയില്ല. പഴയ കാലല്ലല്ലോ. അച്ഛനും പറ്റിയില്ല. പക്ഷെ ഏട്ടൻ വന്നിരുന്നു. സഭാനാഥന്മാരും പ്രമാണിമാരും സദസ്സിലുണ്ടാവും. എന്നാലും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടിയായിരിക്കും നടൻ അഭിനയിക്കുന്നത്. നന്നായി ഏട്ടൻ പറഞ്ഞു. കഷ്ടിച്ച എണ്ണൊക്കെ ഒപ്പിച്ചു എന്ന് മാത്രം. മനോധർമ്മം ചിലത് കണക്കൂട്ടി നേരത്തെ കരുതി വെച്ചിരുന്നു. ചെയ്തില്ല. അത് കാണേണ്ടയാൾ വന്നില്ലല്ലോ. നോക്കെല്ലാം ഇടയ്ക്ക് പിഴച്ചിരുന്നു എന്ന ആശാന്മാർ. വൈകി വന്ന് പിന്നിലെവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്ന് തിരയുകയായിരുന്നു അരങ്ങത്തെ നളൻ. അത് ആശാന്മാരോട് പറയാൻ വയ്യല്ലോ. മനസ്സുകൊണ്ട് ഞാനും കളിക്കുന്നത് കുറെയൊക്കെ കണ്ടിരുന്നു. കഥകളിക്കാരാണ്, അകത്ത് ചുട്ടികുത്താണ്, ഒക്കെ എനിക്കറിയാം. ഒന്ന് മാറോ. അപ്പുണ്ണി, നീ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നത്. പേടിക്കണ്ട അപ്പുണ്ണി, ഞാൻ കുടിച്ചിട്ടില്ല. ചെറിയൊരു വേഷം, എന്തെങ്കിലും. 35 കൊല്ലായി ഞാൻ മനോല തേച്ചിട്ട്. ഒക്കെ നേരത്തെ നിശ്ചയിച്ചതാണ്. എല്ലാറ്റിനും ഇവിടെ ആള് വന്നിട്ടുമുണ്ട്. ചെറുതെന്തെങ്കിലും, ഇന്ദ്രനോ പുഷ്കരനോ കാട്ടാളനോ എന്തായാലും വേണ്ടില്ല. തമ്പുരാന് വേണ്ടിയിട്ടാ കളി. തമ്പുരാൻ സമ്മതിക്കണ്ടേ ഗോവിന്ദേട്ടാ? ഞാനല്ലോ നിശ്ചയിക്കേണ്ടത്. നിങ്ങൾക്ക് സമ്മതാണെന്ന് പറ തമ്പുരാനോട്. ഒരു ദിവസം കുടിക്കാതെ ആദ്യം കാണുക. മനസ്സിലായില്ലേ? കുറിയടുത്ത താത്രിയുടെ വിചാരണയില് ഭ്രഷ്ടായ അത് പണിക്കരാശാനല്ലേ? കഥകളിക്കാര് 4 ആളുണ്ടായിരുന്നു 64. പണിക്കരുടെ കേസ് എല്ലാവർക്കും അറിയൂ. അതാ കഷ്ടം. അങ്ങനെയെങ്കിലും ഒരു ഖ്യാതി. മതിയടോ വിസ്തരിച്ചത്. കണ്ടുകളയാ. അങ്ങനെ പണ്ടൊരു തെറ്റ് ചെയ്തു വെച്ചിട്ട് ഇപ്പൊ ഒഴിവാക്കേണ്ട കാര്യമില്ല. കാലം മാറിയില്ലേ. മഹാകേമനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. കളിച്ചോട്ടെ. ഹേയ്, അതൊന്നും വേണ്ട. സമ്മതിച്ചത് കേട്ടില്ലേ? ഞാനാണ് കലി.
ഗോവിന്ദേട്ടനെ തമ്പുരാൻ വിളിക്കണം, പുറത്തുണ്ട്. വയസ്സായിച്ചാലും എന്തൊരു വേഷപ്പകർച്ചയാണ്. നോക്ക്, ഊക്ക്, അലർച്ച, പകർച്ച, ഈ നാലും തികഞ്ഞിട്ട് ഇയാളൊരാളെ ഉണ്ടായിരുന്നുള്ളൂ എന്നാ കേൾവി. ആ വേഷം കെട്ടലും കഴിഞ്ഞുവോ? നന്ന്. എടുപ്പ് നടപ്പ് നന്ന്. പിന്നെ ഒരു ചെറിയ സംശയം. ഗോവിന്ദ, വലിയമ്മാവനായിട്ട് ഭ്രഷ്ട് കൽപ്പിച്ചൊരാളെ ഞാൻ കളിപ്പിച്ചു എന്ന് ആരെങ്കിലും ആക്ഷേപം പറഞ്ഞാലോ? അതാ ഇത്ര നേരം ആലോചിച്ചേ. അപ്പുറവും ഇപ്പുറവും ആലോചിച്ചു, ഒരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തു. ഗോവിന്ദൻ ഇവിടെ കളിക്കണ്ടെന്ന്.